ആ സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ 2009 അവസാനം ആണ് അത് വരുന്നത്. അത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് സാഹചര്യത്തിലാണ്? കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് ദിലീപേട്ടനായിട്ട് സംസാരിച്ചു. ദിലീപേട്ടനെ അതിന് കൊണ്ടുവരണം, അതിൽ ദിലീപേട്ടനെ കൊണ്ടുവരണം, അത് നമ്മളുടെ കാര്യമാണ്. മനസ്സിലായി? അതിന്റെ അകത്ത് ദിലീപേട്ടനാണ് അതിന്റെ അകത്ത് കാവ്യം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അവര് തമ്മിലൊരു ബന്ധമുണ്ട്, അടുപ്പമുണ്ട് എന്നുള്ളത് വരാം. ചെസ്റ്റ് പെയിനും ഇൻഫെക്ഷനും പനി, നല്ല പനിയുമായിരുന്നു. നല്ല പനി എന്ന് പറയുമ്പോൾ ഈ മറ്റേ ഹൈദരാബാദിലെ ഡോക്ടർ എഴുതി വെച്ചിരിക്കുന്നതിൽ ആദ്യത്തെ ദിവസം ടെമ്പറേച്ചറുള്ളൂ, പിന്നെ ഒരു ദിവസം ടെമ്പറേച്ചർ ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നത് ചാർട്ടാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് തീരെ സുഖമില്ലായിരുന്നു കഴിച്ചിരിക്കുന്നത്. പനി ആദ്യം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വലിയ ചെസ്റ്റ് കഞ്ചക്ഷനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. ചെസ്റ്റ് കഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ അവിടുത്തെ ഈ മെഡിക്കൽ റെക്കോർഡിൽ കാണുന്നത്. നല്ല ചുമയുണ്ടായിരുന്നു, തൊണ്ടവേദന ഉണ്ടായിരുന്നു, ചെസ്റ്റ് കഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ സമയങ്ങളിലൊക്കെ ചേട്ടനെ പോയി കാണുമായിരുന്നോ? കാണുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ പോകും, പറ്റുമ്പോഴൊക്കെ പോകും. പിന്നെ ഒരു ദിവസം ടെമ്പറേച്ചർ ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നത് ചാർട്ടാണ്. പാപ്പിപ്പച്ച എപ്പം നിങ്ങൾ സിനിമ എടുക്കാൻ തീരുമാനിച്ച സിനിമയാണ്? പാപ്പിപ്പച്ച ശരിക്കും ഷൂട്ട് ചെയ്യണതിന് 1 വർഷം മുമ്പേ, 1.5 വർഷം മുമ്പേ പ്ലാൻ ചെയ്താണ് കഥ എന്ന് പറഞ്ഞത്. ആ കഥ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കാവ്യയുടെ കല്യാണം എനിക്ക് ഓർമ്മയില്ല, അതെന്നാണ്ട് കല്യാണം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അത്രയും മുമ്പിൽ അത് പറയണ്ട. എന്താന്ന് വെച്ചാൽ കാവ്യയുടെ കല്യാണവും ഈ 2010 ഈ ഇതും എല്ലാം കൂടെ മിക്സ്ഡപ്പ് ആയി പോകണ്ട. റിലീസ് വരുന്നത് 2010 വിഷുവിന്, ഏപ്രിൽ 14. 2010 ആ സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ 2009 അവസാനം ആണ് അത് വരുന്നത്. അത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് സാഹചര്യത്തിലാണ്? കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് ദിലീപേട്ടനായിട്ട് സംസാരിച്ചു. ദിലീപേട്ടനെ അതിന് കൊണ്ടുവരണം, അതിൽ ദിലീപേട്ടനെ കൊണ്ടുവരണം, അത് നമ്മളുടെ കാര്യമാണ്. മനസ്സിലായി? അതിന്റെ അകത്ത് ദിലീപേട്ടനാണ് അതിന്റെ അകത്ത് കാവ്യം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അവര് തമ്മിലൊരു ബന്ധമുണ്ട്, അടുപ്പമുണ്ട് എന്നുള്ളത് വരാം. അങ്ങനെ ആസ് ഡയറക്ടർ അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം വന്നു, കഥ പറഞ്ഞു, സ്ക്രിപ്റ്റ് എഴുതി വായിച്ചപ്പോ ഇഷ്ടായി, ചേട്ടനും ഇഷ്ടായി. സമയം ഇല്ല, ചേട്ടനില്ല, ചേട്ടൻ വേണ്ട. ഓക്കെ, ഞാൻ ആക്ച്വലാണ് പോയത്. ഓക്കെ ശരി, ഇല്ല, എനിക്കിഷ്ടായി. ഞങ്ങളെ കാവ്യവും ദിലീപും തമ്മിൽ ഉള്ള അടുപ്പത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? അങ്ങനെ ഉണ്ടായിട്ടില്ല, അടുപ്പമേ ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ നമുക്ക് പറയാനും പറ്റത്തില്ലല്ലോ. കാവ്യം ദിലീപും തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. അങ്ങനെ അറിയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന വാക്ക് മാറ്റി നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ മറുപടി പറയും വെച്ചിരിക്കുന്നത്. അപ്പം അടുപ്പത്തെ പറ്റിയല്ലേ, അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തമ്മിലുള്ള കല്യാണാലോചന വരുന്നത് 2016 സെപ്റ്റംബറിലാണ്. അങ്ങനെ മറുപടി